മാറ്റം കൊതിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പറുദീസയൊരുക്കി B&B ഫാഷൻസ്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ. കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ്. പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ, ജീൻസുകൾ കൂടാതെ ട്രെൻഡി ടീഷർട്ടുകൾ, ഷർട്ട്സുകൾ തുടങ്ങിയവയും. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ. B&B ഫാഷൻ, ഇളമ്പകപ്പള്ളി റോഡ്, പടിക്കലപ്പാറ, വല്ലം കോടനാട് റോഡ്, ഐമുറി. ഇരിങ്ങോൾ നീലംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 22 മുതൽ 29 വരെ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യജ്ഞാചാര്യൻ കോഴിക്കോട് ജയേഷ് ശർമ്മയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ബ്രഹ്മശ്രീ ദിലീപ് നമ്പൂതിരി, ജിതേഷ്, കൃഷ്ണശർമ്മ എന്നിവരാണ് സഹാചാര്യന്മാർ. ഞായറാഴ്ച വൈകിട്ട് 5 നടക്കുന്ന ഉദ്ഘാടന സഭയിൽ ഹരികുമാർ പ്രഭാഷണം നടത്തും. തുടർന്ന് യജ്ഞാചാര്യനും മറ്റു വിശിഷ്ട അതിഥികൾക്കും സ്വീകരണം നൽകും. യജ്ഞാചാര്യൻ ജയേഷ് ശർമ്മയുടെ നേതൃത്വത്തിൽ 22-ാം തീയതി വൈകിട്ട് ആരംഭിക്കുകയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കും ഈ പരിപാടി. ദിവസവും രാവിലെ 6-ന് വിഷ്ണു സഹസ്രനാമജപം, തുടർന്ന് ഭാഗവത പാരായണം, പ്രഭാഷണം. 23-ന് വൈകിട്ട് 6-ന് ഭജന, 27-ന് രുക്മിണി സ്വയംവരം, വൈകിട്ട് 6-ന് തിരുവാതിരകളി. ദിവസവും പ്രഭാത ഭക്ഷണം, പ്രസാദഊട്ട് എന്നിവയും ഉണ്ടായിരിക്കും. ക്ഷേത്രം സെക്രട്ടറി MB സുരേന്ദ്രൻ, MK മുരളീധരൻ, MP വിജയചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങോൾ നീലംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അതിപുരാതനമായ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രങ്ങളിലൊന്നാണ് നീലംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഏകദേശം ഒരു 1500ഓളം വർഷങ്ങളാണ് നമ്മുടെ പുരാണം മുതലേ നമ്മുടെ പൂർവികരായിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു 1500ഓളം വർഷത്തെ പാരമ്പര്യം ഉള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായിട്ടാണ് നീലംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണക്കാക്കുന്നത്. ക്ഷേത്രത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ള ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രവുമായിട്ട് അഭേദ്യമായ ബന്ധമാണ് നീലംകുളങ്ങര ശ്രീകൃഷ്ണ ഭഗവാനും ഇരിങ്ങോൾ കാവിലമ്മയായിട്ടുള്ളത്. ശ്രീകൃഷ്ണാവതാര സമയത്ത് കംസൻ കാലിൽ ഉയർത്തിപ്പിടിച്ച് നിലത്ത് അടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന ആ ഒരു അവതാരമാണ് ഇരിങ്ങോൾ കാവിലമ്മ എന്ന സങ്കല്പമാണ് ഇരിങ്ങോൾ കാവിനുള്ളത്. ഇരിങ്ങോൾ കാവിലമ്മയുടെ സഹോദര സ്ഥാനത്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്നത്. എല്ലാ ദിവസവും രാത്രി അത്താഴപൂജയ്ക്ക് നീലംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഭഗവാന് നിവേദ്യം നടത്തുന്നതിനോടൊപ്പം തന്നെ ഇരിങ്ങോൾ കാവിലമ്മയ്ക്കും ഒരു നിവേദ്യം നടത്തുന്ന ചടങ്ങ് കൂടി വർഷങ്ങളായിട്ടേ നീലംകുളങ്ങര ക്ഷേത്രത്തിൽ നടന്നു വരുന്നതാണ്. കൂടാതെ ഇരിങ്ങോൾ കാവിൽ കൊടികേറി 9 ദിവസത്തെ ആറാട്ട്, എല്ലാ ദിവസവും ആറാട്ട് നടക്കുന്ന ഒരു ദേവീ ക്ഷേത്രമാണ് ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രം. ഈ ആറാട്ട് നടക്കുന്നത് നീലംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കുളത്തിലാണ്. എല്ലാ ദിവസവും രാവിലെ ആറാട്ട് കഴിഞ്ഞ് ഇവിടെ നീലംകുളങ്ങര തിരുപ്പള്ളിയിൽ തയ്യാറാക്കിയ നിവേദ്യം സ്വീകരിച്ചിട്ടാണ് കാവിലമ്മ ഇരിങ്ങോൾ കാവിലേക്ക് മടങ്ങുന്നത്. പൂരത്തിന്റെ അന്ന് രാവിലെ ആറാട്ട് കഴിഞ്ഞ് നിവേദ്യവും കഴിഞ്ഞ് പാണി കൊട്ടി ഭഗവതിയെ നീലംകുളങ്ങര ശ്രീകൃഷ്ണ സ്വാമിയുടെ ശ്രീകോവിൽ പാണി കൊട്ടി എഴുന്നള്ളിച്ചിരുത്തി ഒരേ പീഠത്തിൽ കൂട്ടിപ്പൂജ നടത്തുന്ന ചടങ്ങ് കൂടി കാലാകാലങ്ങളായിട്ട് നീലംകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ചടങ്ങ് കൂടിയാണ്. സാധാരണ ഒരു ക്ഷേത്രത്തിൽ നമ്മളൊരു പ്രസാദം പോലും വേറെ ക്ഷേത്രത്തിൽ കയറ്റുകയോ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് നമ്മുടെ വിശ്വാസവും ചിട്ടവട്ടങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒരു സഹോദര ഭാവത്തിൽ കുടികൊള്ളുന്ന ദേവനായതുകൊണ്ടും അതുകൊണ്ടാണ് നമ്മുടെ കാവിലെ ദേവിയുടെ തിടമ്പ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പീഠത്തിൽ കൂട്ടിയിരുത്തി ഒരുമിച്ച് കൂട്ടിപ്പൂജ നടത്തുന്നതുകൂടി അന്ന് രാവിലത്തെ പൂജ അവിടെ തീരുകയാണ്. അപ്പൊ അത്രയ്ക്ക് ആധികാരികമായിട്ടും പൗരാണിക കാലം മുതലേ ശ്രീകൃഷ്ണ ഭഗവാനും ഇരിങ്ങോൾ കാവിലമ്മയുമായിട്ട് സഹോദര ഭാവത്തിൽ കുടികൊള്ളുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ നിലകൊള്ളുന്നത്.